2,900 rupees, അതായത് 2,900 രൂപ. എന്റെ ഒരു സബ്സ്ക്രൈബർ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്ത് അതും പിൻട്രസ്റ്റ് മാത്രം യൂസ് ചെയ്താണ് അവന് ഏൺ ചെയ്തിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് പ്രൂഫ് കാണാൻ പറ്റും. സോ മാത്രമല്ല, വേറെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം നല്ല രീതിക്ക് റീച്ചും അതുപോലെ തന്നെ ഏണിങ്സുകളൊക്കെ ഇതിനായിട്ട് ആക്കുന്നുണ്ട്. ആൻഡ് എനിക്കും അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ ഈ പിൻട്രസ്റ്റ് യൂസ് ആക്കുന്നത് എന്റെ ഓൺ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ജനറേറ്റ് ആക്കാൻ വേണ്ടി മാത്രമാണ്. ആൻഡ് ഈ ഒരുപാട് വീഡിയോസുള്ള പിൻട്രസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് ഡൗട്ട്സ് ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേര് എനിക്ക് ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ക്ലിയർ ആയി കൊടുക്കുന്നുണ്ട്, പറ്റുന്നതുപോലെ ക്ലിയർ ആയി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. സോ ജോയിൻ ചെയ്ത ഫ്രണ്ട്സ് ജോയിനുകളൊക്കെ ചെയ്യാം. ഓക്കെ, സോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് പിൻട്രസ്റ്റിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു പിൻ അപ്ലോഡ് ആക്കാനായിട്ട് പറ്റും, എന്തിനാണ് നമ്മൾ ഈ ഒരു പിൻട്രസ്റ്റിലേക്ക് യൂസ് ആകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് വരാം. ഓക്കെ, ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കാണ്ട് മറക്കണ്ട, ഞാൻ കാണുമ്പോൾ ക്ലിയർ ആക്കി തരാം. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് ഞാൻ എന്താണെല്ലാം പറഞ്ഞുതരാൻ ശ്രമിക്കാം. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം. നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്ത ഫ്രണ്ട്സ് ഫാമിലി ജോയിനുകളൊക്കെ ചെയ്ത് മെമ്പർ കാര്യങ്ങളൊക്കെ ആവാം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. മാക്സിമം നമ്മുടെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഒരു പിൻട്രസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാനായിട്ട് പറ്റും, അത് ബിസിനസ് ആയിട്ടുള്ള ഒരു പിൻട്രസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാനായിട്ട് പറ്റും. അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ്, നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെ സെല് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് പോവാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ ചാനലിലെ ബയോ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ഒരു ഗ്രൂപ്പ് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അവിടെ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 100+ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നുണ്ട്. അവർ അത്യാവശ്യം പോക്കറ്റ് മണി ഏൺ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് അത്യാവശ്യം റീച്ചിങ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ചേർന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ഡൗട്ട് ചോദിക്കാൻ പറ്റും, സബ്സ്ക്രൈബേഴ്സിനെ ഇന്ററാക്ട് ചെയ്ത് ഗ്രോയിങ് ചെയ്യാനായിട്ട് പറ്റും. സോ ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു മെത്തേഡിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ നിങ്ങളുടെ ബ്രൗസറിൽ എടുത്തതിന് ശേഷം പിൻട്രസ്റ്റ് അടിക്കുക. നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ആണെങ്കിൽ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അല്ല നിങ്ങൾ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യാം. ഓക്കെ, സോ പിൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓപ്പൺ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പിൻട്രസ്റ്റിൽ ഒരു അക്കൗണ്ട് ബിൽഡ് ചെയ്യണം. അപ്പൊ ഞാൻ നിങ്ങളെ പോലെ ഫ്രഷ് ആയിട്ട് അക്കൗണ്ടുകളൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. കറക്റ്റ് ഒരു മാസങ്ങളൊക്കെ അതുപോലെ എന്താണ് കൺസ്റ്റന്റ് അപ്ലോഡുകളൊക്കെ ആക്കും. ഞാൻ എന്താണ് ട്രൈ ചെയ്യുന്നത് അത് അപ്ലോഡ് ആക്കും. എന്നിട്ട് ആ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്നോടൊപ്പം ചേരാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് പിൻട്രസ്റ്റ് അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. സൈൻ അപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ടുകളെ ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് അടിച്ചതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കയറാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കളക്ട് സെറ്റ് ചെയ്തതിനു ശേഷം ഏതിലാണ് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ ഓൾറെഡി ഗൂഗിൾ അക്കൗണ്ട് കളക്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചിട്ട് നമുക്ക് സൈൻ അപ്പ് ഓപ്ഷൻ കംപ്ലീറ്റ് ആക്കാനുള്ള ഓപ്ഷനാണ് പോകുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നതായിരിക്കും. കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബേസിക് ആയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. സോ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻട്രി ചെയ്തുകളൊക്കെ കൊടുക്കും. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ടുകളെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ഇന്റർഫേസിലേക്ക് പോകുന്നതായിരിക്കും. ഇത് ബേസിക് ആയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ പിന്നെ കാണാൻ പറ്റും നിങ്ങളുടെ നെയിം കാണാൻ പറ്റുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഇത് വേറൊരു ബിസിനസ് അക്കൗണ്ട് ആക്കുന്നുണ്ട്. ഓക്കെ, ബിസിനസ് അക്കൗണ്ട് ആക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സ്റ്റോറിന്റെ നെയിം കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ റാൻഡമായി സെലക്ട് എടുത്താൽ മാത്രം മതി. നിങ്ങളുടെ ഇമെയിലും അതുപോലെ നിങ്ങളുടെ പേരെ കിടക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ജെൻഡർ സെലക്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്തൊരു ഓപ്ഷനിൽ പോകുന്നതായിരിക്കും. ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ലാംഗ്വേജ് അതുപോലെ തന്നെ നമ്മുടെ കൺട്രി. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് റാൻഡമായിട്ട് കുറച്ച് സംഭവം സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ റാൻഡമായിട്ട് സ്പേസ് ഒരു സെലക്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. ഇത് ബേസിക് ഉള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു സംഭവത്തിൽ കയറുമ്പോഴത്തെ ചെയ്യുന്ന ബേസിക് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് റാൻഡമായിട്ടുള്ള പോസ്റ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ട് ആക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ ഓപ്ഷനിലേക്ക് ഒന്ന് പോവുക. പ്രൊഫൈൽ ഓപ്ഷനിൽ പോയതിനു ശേഷം കാണാൻ കണ്ടും കൺവേർട്ട് ടു ബിസിനസ് അക്കൗണ്ട്. അപ്പൊ നിങ്ങൾക്ക് മൊബൈൽ ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സൈഡിൽ ഒരു ബട്ടൺ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം കൺവേർട്ട് ടു ബിസിനസ് അക്കൗണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ കൺവേർട്ട് ടു ബിസിനസ് അക്കൗണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അടുത്ത ഇന്റർഫേസിലേക്ക് പോകാൻ പറ്റും. അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ DP അടാക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ സ്റ്റോറിന്റെ നെയിം ക്രിയേറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ പല പല സംഭവം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടും അതുപോലെ തന്നെ ബിസിനസ് അക്കൗണ്ടിന്റെ നമുക്ക് ഫ്രീ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറിൽ എത്ര പേര് വന്നിട്ടുണ്ട്, നമ്മുടെ എന്താണ് പിൻസ് ഒക്കെ എത്രമാത്രം വൈറൽ ആവുന്നുണ്ട് അതൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഫ്രീ ആയിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, അവിടെ ആയിരിക്കും കാണാൻ പറ്റും നമ്മുടെ ബിസിനസ് എന്താണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഇവിടെ ഒരുപാട് സംഭവം കാണാൻ പറ്റും. സർവീസ് പ്രൊവൈഡർ, കോണ്ടന്റ് ക്രിയേറ്റർ. അപ്പൊ ഞാൻ ഇവിടെ എന്താണ് ജസ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റർ സൈറ്റ് ഇവിടെ ഏതെങ്കിലും സെറ്റ് ചെയ്താൽ മാത്രം മതി, വലിയ കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയാണ് നിങ്ങളുടെ സ്റ്റോർ നെയിമോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് റൺ ചെയ്യുന്നത് കൊടുക്കാനുള്ളത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോർ നെയിം കൊടുക്കാൻ പറ്റും. അപ്പൊ എന്റെ ഒരു നെയിം ഞാൻ ഇവിടെ ഒരു സ്റ്റോറായിട്ട് ഞാൻ എന്താണ്
ഒന്ന് ബിൽഡ് ആക്കാൻ പോവുകയാണ്. എൻ്റെ ഒരു നെയിം സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ കാണാൻ വെബ്സൈറ്റ് കാണാൻ പറ്റും. സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് എന്താണ് ഒന്ന് അഫിലിയേറ്റ് ഏതെങ്കിലും അഫിലിയേറ്റ് ലിങ്ക് കൊടുത്താലും മതി. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പം ആമസോൺ അഫിലിയേറ്റ് എടുത്തതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് ആമസോൺ അഫിലിയേറ്റ് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എന്റെ ഒരു അഫിലിയേറ്റ് പ്രോഡക്റ്റ് ലിങ്ക് കൊടുക്കാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ചെയ്യുന്നത്, നിങ്ങളിപ്പം നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങളോട് കൊടുക്കേണ്ട സംഭവം എന്താണ്, ഒരു റാൻഡം ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഇപ്പൊ ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് കൊടുത്താൽ മതി. അല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ ടെലഗ്രാമും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ സ്റ്റോർ നിങ്ങൾക്ക് അതിനകത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ടെലഗ്രാം കാര്യങ്ങളൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഒരു ചാനൽ കാര്യങ്ങൾ ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ചാനൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ചാനൽ ക്രിയേറ്റ് ആക്കാണ്. സോ എന്റെ എന്താണ് സ്റ്റോറിന്റെ നെയിം ഇവിടെ ഞാൻ അടിക്കുകയാണ്. ഓക്കെ, സ്റ്റോറിന്റെ നെയിം ഇവിടെ അടിക്കുകയാണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയാണ്. ഓക്കെ, സോറി, സ്റ്റോറിന്റെ നെയിം തെറ്റിപ്പോയി, വെയിറ്റ് ആക്കി. ഞാൻ സ്റ്റോറിന്റെ നെയിം കാര്യങ്ങളൊക്കെ അടിക്കുകയാണ്. ഓക്കെ, ബൈ ബഡ്ഡി എന്നാണ് എൻ്റെ ഒരു സ്റ്റോറിന്റെ നെയിം. നിങ്ങൾ നല്ലൊരു പേരുകളൊക്കെ കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ ബുക്ക് ഉണ്ട്. അവിടെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രൊഫൈൽ ബുക്കും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റോറിന്റെ പ്രൊഫൈൽ ബുക്കും കാര്യങ്ങളൊക്കെ അപ്ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്മളിവിടെ നമ്മുടെ പ്രൊഫൈൽ ബുക്കും സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്താണ് ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും, മസ്റ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് പബ്ലിക് വെക്കാം, പ്രൈവറ്റ് വെക്കാം. സോ പബ്ലിക് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് ഞാൻ നമ്മുടെ സ്റ്റോർ നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്താണ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ നമ്മുടെ സ്റ്റോർ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ജസ്റ്റ് ഈ ഒരു ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ ഒരു ലിങ്ക് ഉണ്ടല്ലോ, അത് നിങ്ങൾ കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ഒരു ലിങ്ക് നിങ്ങൾ ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, ആ ഒരു ലിങ്ക് നിങ്ങൾ കൊടുത്താൽ മതി. ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ആക്കിയതിനു ശേഷം ആ ലിങ്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ ലിങ്ക് എല്ലാം കൊടുക്കുക. ഓക്കെ, നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ബിസിനസ് കോഴ്സ് എന്താണ് സെറ്റ് ആക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ റാൻഡം നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കാണാൻ പറ്റും വാട്ട്സ് ഫോക്കസ് ഓഫ് യുവർ ബ്രാൻഡ്. അവിടെ നിങ്ങൾ റാൻഡമിൽ കൊടുത്താൽ മതി. ഞാൻ ഹോം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. സോ ഇങ്ങനെയാണ് നമുക്ക് ബിസിനസ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ആക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബിസിനസ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ബുക്ക് സെറ്റ് ആക്കണം. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എഡിറ്റ് പ്രൊഫൈൽ കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ നെയിം കാണാൻ പറ്റും, പ്രൊഫൈൽ ബുക്ക് കാണാൻ പറ്റും, എല്ലാ സംഭവം കാണാൻ പറ്റും. ജസ്റ്റ് നെയിമിന്റെ അവിടെ നമ്മുടെ സ്റ്റോറിന്റെ കൊടുക്കുക. ഓക്കെ, നമ്മുടെ സ്റ്റോറിന്റെ കൊടുക്കുക. അതിനുശേഷം പ്രൊഫൈൽ ബുക്ക് കാണാൻ പറ്റും. ചേഞ്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഗാലറി ചെയ്യുന്ന ശേഷം നമ്മുടെ ഒരു സ്റ്റോറിന്റെ പിക്കും കാര്യങ്ങളും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സിമ്പിൾ ആണ്, ഇത് പെട്ടെന്ന് അപ്ലോഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ തൊട്ട് താഴെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും ടെൽ യുവർ സ്റ്റോറി. അവിടെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി എന്താണ്, നിങ്ങളുടെ സ്റ്റോർ എന്താണെന്ന് കൊടുക്കുക. ഇപ്പൊ ഞാൻ എന്റെ സ്റ്റോർ ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈസി അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം താഴോട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് കൊടുക്കാൻ പറ്റും, നിങ്ങളുടെ ഫോൺ നമ്പർ, അതുപോലെ നിങ്ങളുടെ അഡ്രസ് എല്ലാം കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അതൊക്കെ ബേസിക് ഉള്ള കാര്യങ്ങൾ അല്ല എന്ന് പറയാൻ പറ്റും, അഡ്വാൻസ് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. സോ ബേസിക് ഉള്ള കാര്യങ്ങൾ ഇതാണ്: നമ്മുടെ പ്രൊഫൈൽ പിക്ക്, നെയിം, അതുപോലെ തന്നെ വെബ്സൈറ്റ്, പിന്നെ യൂസർ നെയിം. അതിനുശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. സോ നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ബിൽഡ് ആയിട്ടുണ്ട്. നമ്മുടെ DP വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നെയിം വന്നിട്ടുണ്ട്, അതെല്ലാം വിസിബിൾ ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ പിൻസ് അപ്ലോഡ് ആക്കണം. ഓക്കെ, പിന്നിനി നമുക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ പിന്നിലാണ് എല്ലാം ഉള്ളത്. ഇപ്പോൾ എന്റെ സ്റ്റോർ വന്നിട്ടുള്ളത് ഹോം ഗാഡ്ജറ്റ്സ് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ആ ടൈപ്പ് വേണം ഞാൻ അപ്ലോഡ് ആക്കാൻ. ഇവിടെ കാണാൻ പറ്റും, എന്റെ എബൌട്ട് കാണാൻ പറ്റും, എന്റെ പ്രൊഫൈൽ വിസിബിൾ ആവുന്ന കസ്റ്റമേഴ്സ്, അതായത് എന്റെ പ്രൊഫൈൽ വിസിബിൾ ആവുന്ന പിൻട്രസ്റ്റ് യൂസേഴ്സിന് മനസ്സിലാവും ഇത് എന്തെങ്കിലും സ്റ്റോർ ആണ്. അതുപോലെ തന്നെ എന്റെ വെബ്സൈറ്റ് കാണാൻ പറ്റും, ഇത് ടെലഗ്രാമും കാര്യങ്ങളൊക്കെയാണ്. സോ അതാണ് മെയിൻ വെബ്സൈറ്റ്. ഇപ്പൊ ഞാൻ അപ്ലോഡ് ആക്കുന്ന ഓരോ പിൻസും കാര്യങ്ങളൊക്കെ എന്റെ അഫിലിയേറ്റ് ലിങ്ക് വഴിയായിരിക്കും. ഓക്കെ, സോ അത് ഞാൻ നേരെ ഈ ടെലഗ്രാമിൽ ചെന്നു, ടെലഗ്രാമിൽ ഒരു പോസ്റ്റ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഞാൻ അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കുന്നു. സോ എന്താണ് അപ്പൊ ആൾക്കാർ നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ കയറിയ ശേഷം സിമ്പിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഓൺ വെബ്സൈറ്റ് കൂടെ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ആയുള്ള പ്രൊഫൈൽ ബിൽഡിങ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് എന്താണ് നേരെ പിൻട്രസ്റ്റിലോട്ട് എങ്ങനെ നമുക്ക് ഇനി പിൻസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ബാക്ക് ആവുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് പിൻസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോർ. ഇപ്പോൾ ഒരാൾ നമ്മുടെ സ്റ്റോർ വിസിബിൾ ആക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. എന്താണ് അവന്റെ ബയോ, എന്താണ് അവന്റെ പേര്, ഇവിടെ അവരുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും, ലിങ്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത പിൻസും കാര്യങ്ങളൊക്കെ അവർക്ക് എല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് എങ്ങനെ നമുക്ക് പിൻസ് അപ്ലോഡ് ചെയ്യാം. സോ ക്രിയേറ്റ് ഇവിടെ കാണാൻ പറ്റും, ക്രിയേറ്റ് പിന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റോറി എന്താണ്? ഇപ്പൊ എന്റെ ഒരു സ്റ്റോർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ കാണാം ഡിസ്കവർ ട്രെൻഡിങ്, യൂസ്ഫുൾ പ്രോഡക്ട്സ്, അഫോർഡബിൾ പ്രൈസ്, ട്രസ്റ്റഡ് പിക്സ്, അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഇത് കാണിച്ചു. ഓക്കെ, ഞാനിവിടെ എന്റെ അഫിലിയേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാനിവിടെ അപ്ലോഡ് ആക്കാനുള്ള പ്രോഡക്റ്റും എടുത്തിട്ടുണ്ട്. സോ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആമസോൺ അതുപോലെ ഒരുപാട് സംഭവം അഫിലിയേറ്റ് അക്കൗണ്ടുള്ള ഒരുപാട് സംഭവം കാണും. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് ആമസോണിൽ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ആമസോണിൽ കയറിയ ശേഷം ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചിട്ടാണെങ്കിൽ നമ്മളിപ്പോ ആമസോണിൽ കയറിയ ശേഷം ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്താണ് ആമസോണിൽ എടുത്തിട്ടുണ്ട്. സോ ആമസോണിൽ കയറിയ ശേഷം നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്
കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പൊ ഞാൻ ഈ ഒരു ഷൂ കാണാൻ സാധിച്ചതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഷൂ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യരുത്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ഷൂവിന്റെ പിക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. സോ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ നമ്മുടെ ഗൂഗിൾ ജെമിനയോ അല്ലെങ്കിൽ ചാറ്റ് ജിപിറ്റിയോ എടുക്കുക. ഓക്കെ, സോ ഇപ്പൊ ഞാൻ ജെമിനി ഓപ്പൺ ആയി കാണിച്ചത്. അപ്പൊ ഇതാണ് ഞാൻ കാണിച്ചത്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ജെമിനിലേക്ക് അടിച്ചു കൊടുക്കുക. നമ്മുടെ അതായത് ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു ആമസോണിന്റെ ആ ഒരു ഷൂ ചേഞ്ച് ആക്കാൻ പറയാം. അതായത് നമ്മൾ പിൻട്രസ്റ്റ് പ്രൊമോഷൻ വേണ്ടിയാണ് ചേഞ്ച് ആക്കാനായിട്ട് പറയാം. അപ്പൊ നമുക്ക് എന്താണ് വേറൊരു പിക്ക് തരുന്നതായിരിക്കും. അതായത് ജെമിനി ചേഞ്ച് ആക്കി വേറൊരു പിക്ക് തരുന്നതായിരിക്കും. ഓക്കെ, സോ അത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്തതിനു ശേഷം അപ്ലോഡ് കളൊക്കെ ചെയ്യാം. ഓക്കെ, കാരണം കോപ്പിറൈറ്റ് ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ആമസോണിലേക്ക് ഡയറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജെമിനി ചെയ്തതിനു ശേഷം നിങ്ങളെ ചേഞ്ച് വരുന്നത് അതിന് ശേഷം അപ്ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആണ്. അപ്പൊ ഇനി നമുക്ക് നേരെ പിൻസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാണ്ട് പോകാൻ താഴോട്ട് കാണാൻ പറ്റും. ക്രിയേറ്റ് യുവർ ഫസ്റ്റ് പിൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് കാണിച്ചപ്പോൾ കാണാൻ ക്രിയേറ്റ് ഓപ്ഷൻ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന ശേഷം പിന്ന് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യാം. അവിടെ കാണാൻ പറ്റും, ഒരുപാട് സംഭവം കാണാൻ പറ്റും. നമ്മുടെ പിൻസ് ഇവിടെ അപ്ലോഡ് ചെയ്യണം, അതുപോലെ ടൈറ്റിൽ കൊടുക്കണം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, ലിങ്ക് കൊടുക്കണം, നമ്മുടെ ടാഗ് കൊടുക്കണം. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഫയലിന്റെ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ക് അപ്ലോഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഞാൻ എന്റെ ഒരു പിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ വെയിറ്റ്, ഇതാണ് എന്റെ പിക്കും കാര്യങ്ങളൊക്കെ. അതായത് ഒരു മിനി AC കൂളറും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ചാറ്റ് ജിപിയുടെ പറഞ്ഞതിന് ശേഷം കറക്റ്റ് ചേഞ്ച് ഒക്കെ വരുന്നതാണ് ഈ സംഭവം. ഓക്കെ, അതിനുശേഷം ടൈറ്റിൽ കാണാൻ പറ്റും. സോ ഈ ടൈറ്റിൽ വേണം, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ വേണം, ലിങ്ക് വേണം, ടാഗ് വേണം. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നേരെ നിങ്ങൾ ജെമിനി എടുത്ത് പോവുക. നമുക്ക് ജെമിനിയുടെ സഹായം എന്തായാലും വേണം. ഓക്കെ, ജെമിനിയുടെ പോവുക. അതിനുശേഷം നമ്മുടെ പിക്ക് ഒന്ന് അപ്ലോഡ് ആയി കൊടുക്കുക. നമ്മൾ ഏത് സംഭവം പ്രൊമോട്ട് ചെയ്യാനുള്ളത്. സോ ആ ഒരു പിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഡയറക്റ്റ് നമ്മൾ എന്താണ് അപ്ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ആയിട്ട് ഇവിടെ അപ്ലോഡ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ടൈറ്റിൽ വേണം, ഡിസ്ക്രിപ്ഷൻ വേണം, ടാഗ് വേണം. സോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നിങ്ങൾ സെന്റൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ജെമിനിക്ക് എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണ് ടൈറ്റിൽ വേണം, ഡിസ്ക്രിപ്ഷൻ വേണം, നമുക്ക് പിൻട്രസ്റ്റിന് വേണ്ടിയായിട്ട് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും വേണം കൊടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മുടെ അനാലിസിസ് ചെയ്യുന്ന ശേഷം നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ഇപ്പം ചാറ്റ് ജിപിറ്റി പറഞ്ഞ് നമ്മൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് മാത്രം ചെയ്താൽ മതി, വേറെ പണിയും നമുക്ക് വരുന്നില്ല. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും നമുക്ക് എന്താണ് ടൈറ്റിൽ വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ടൈറ്റിൽ ഒന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈറ്റിൽ നമ്മൾ എന്താ ഡയറക്റ്റ് എന്നതിന് ശേഷം കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഈ ടൈറ്റിൽ ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ പിൻട്രസ്റ്റ് എടുക്കുക, ആ ടൈറ്റിലിന്റെ ഭാഗത്ത് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ഡിസ്ക്രിപ്ഷൻ ആണ്. ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എന്താണ് തന്നിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ചെയ്തതിനു ശേഷം എന്താണ് ജസ്റ്റ് ഒന്ന് ഇത്ര മതി, നമുക്ക് ഇത്ര മതി, ബോറാക്കുന്നില്ല. അതിനുശേഷം നമ്മൾ എന്താണെന്ന് കോപ്പി ആണ്. അതിനുശേഷം വീണ്ടും പിൻട്രസ്റ്റ് ചെയ്തതിനു ശേഷം ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. ജസ്റ്റ് ഇതൊന്ന് മാറ്റി കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ മാറ്റി കൊടുത്താലേ ബോറാക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലിങ്ക് കൊടുക്കണം. സോ ഈ ലിങ്കിന്റെ അവിടെ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ അഫിലിയേറ്റ് ലിങ്ക് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ അഫിലിയേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അഫിലിയേറ്റ് ലിങ്ക് കിട്ടുന്നതായിരിക്കും. സോ ഞാൻ എന്റെ അഫിലിയേറ്റ് ലിങ്ക് എടുത്തിട്ടുണ്ട്. അതിന് ഞാനോട് അഫിലിയേറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണാൻ പറ്റും നമ്മുടെ ടോപ്പിക് കാണാൻ പറ്റും. ടോപ്പിക് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് അവർക്ക് വിസിബിൾ ആവണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പിക് സെല്ലിൽ പോവാം. അതിനുശേഷം എന്തെങ്കിലും സെർച്ച് ചെയ്താൽ മതി, നമുക്ക് ഒരു ടോപ്പിക് കിട്ടുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ഗാഡ്ജറ്റ് സെലക്ട് ചെയ്യാണ്. ഗാഡ്ജറ്റ് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ അവിടെ സൈഡിൽ കാണാൻ പറ്റും നമുക്ക് ഒരുപാട് സംഭവം ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ഓക്കെ, സീലിംഗ് ഫാൻ അങ്ങനെയൊക്കെ കാണും. കാരണം ഇതൊരു AC കൂളറാണ്. സോ അതിന്റെ റിലേറ്റഡ് ടാഗ് കൊണ്ട് കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 ടാഗ് കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം പബ്ലിഷ് കൊടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഞാൻ പറഞ്ഞാൽ പബ്ലിഷിംഗ് ആളെ കൊടുക്കാം. സോ നമ്മുടെ പിൻസും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പിൻ അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ആക്കിയ പിന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. സിമ്പിൾ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ പിൻസ് ഒരു ദിവസം നിങ്ങൾക്ക് എത്ര പിന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു ദിവസം എത്ര പിന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ലിമിറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാനിപ്പം ലിങ്ക് കൊടുത്തല്ലോ, ആ ലിങ്ക് നിങ്ങൾ എല്ലാത്തിലും കൊടുക്കരുത്. ഒരു ദിവസം നിങ്ങൾ 10 പിൻ അപ്ലോഡ് ചെയ്താൽ ഒരു 3 മുതൽ 5 മുതൽ മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ അക്കൗണ്ട് ഡിസേബിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാത്തിലും പിന്ന് കള കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ട വേറെ സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ആക്കിയല്ലോ. ഞാൻ ടെലഗ്രാം ചാനൽ ചെല്ലുന്നു. അതിനുശേഷം നമ്മുടെ സ്റ്റോർ ആണ്. ഓക്കെ, സ്റ്റോറിന്റെ അവിടെ നമ്മൾ ചെയ്യേണ്ടത് അതേ സംഭവം. ഓക്കെ, അതേ സംഭവം ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ ഇതാണ് ടൈറ്റിൽ ഇതാണ്. അതുപോലെ തന്നെ എന്താണ് ഇത് എന്ത് സംഭവം നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇത് പർച്ചേസ് ലിങ്ക്, അതായത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇതിന്റെ പ്രത്യേകം ഞാൻ പറഞ്ഞത് എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. സോ ഇപ്പൊ നമ്മൾ വെബ്സൈറ്റ് ഇല്ലാത്തവരാണ് ക്രിയേറ്റ് ആക്കിയത്. ഡയറക്റ്റ് അഫിലിയേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ എല്ലാ പിൻസ് അപ്ലോഡ് ആകുമ്പോഴും നമ്മൾ ലിങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഓട്ടോമാറ്റിക്കലി വൈറലായിക്കോളാം പിൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ വൈറലാകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് ആകും. അപ്പം നമുക്ക് ടെലഗ്രാം ചാനൽ കാണാൻ പറ്റും. അവർക്ക് ജസ്റ്റ് അവർ നേരെ ജോയിൻ ചെയ്തോളും. അത്ര മാത്രമേ ഡയറക്റ്റ് നമ്മൾ ടെലഗ്രാം ചാനൽ ട്രാഫിക് ജനറേറ്റ് ആക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മളിപ്പം പിൻസ് അപ്ലോഡ് ആക്കുമ്പോഴും നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് എന്റെ പിൻ. ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് താഴെ കാണാൻ പറ്റും
എന്താ ലിങ്ക് കാണാം, വിസിറ്റ് ലിങ്ക് കാണാൻ പറ്റും. സോ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യേണ്ടത് ഡയറക്റ്റ് ആയിട്ട് എന്താണ് അവർ നമ്മുടെ ആമസോണിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ കാണാം വിസിറ്റ് ലിങ്ക് കൊടുക്കുകയാണ്. ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് അവർ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഒരു ആമസോണിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അത് പർച്ചേസ് ഉണ്ടെങ്കിൽ എനിക്ക് കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രമുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ. ഒരു ദിവസം നിങ്ങൾ ഒരു 10 അപ്ലോഡ് ആക്കുക, 15 അപ്ലോഡ് ആക്കുക. ഓക്കെ, ഒരുപാട് ഫ്രണ്ട്സ് ഒരുപാട് റിസൾട്ട് വന്നിട്ടുണ്ട്. സോ ഇത്ര മാത്രമുള്ള ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ ടാഗ് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക, എല്ലാ സംഭവം കൊടുക്കുക. ഓക്കെ, അങ്ങനെ സെറ്റ് ആക്കി നിങ്ങൾ ഏർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഇതിൽ ചാർട്ട് വീഡിയോ വീണ്ടും കാണാം. പിന്നെ നിങ്ങൾക്ക് എന്താ ഡൗട്ട് ആക്കി ചോദിക്കാം, പിക്കൊക്കെ അപ്ലോഡ് ആക്കാം, നോക്കി കണ്ടൊക്കെ അപ്ലോഡ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ടൈറ്റിൽ മസ്റ്റർ കൊടുക്കണം, ഡിസിഷൻ കൊടുക്കണം, അതുപോലെ തന്നെ ആ ഒരു ടാഗ്. ഓക്കെ, ടാഗ് ഉറപ്പായിട്ട് കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളോട് വരണമെങ്കിൽ ഉറപ്പായിട്ടും ടാഗ് വേണം. ഓക്കെ, സോ അങ്ങനെ കിട്ടുന്നതായിരിക്കും. സോ കൺസിസ്റ്റന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ചലഞ്ച് കൂടെയാണ്. അതായത് ഞാൻ പറഞ്ഞ ചലഞ്ച് കൂടെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 ദിവസം അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്കും എന്നോട് ചേരാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഈ ഒരു സ്റ്റോർ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. ട്രൈകളൊക്കെ വെച്ചാൽ വീഡിയോസ് ഉള്ളതെന്ന് തോന്നുന്നു. ഡൗട്ട് കമന്റ് ആക്കി ചോദിക്കാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തെങ്കിലും വീഡിയോസ് വേണം കമന്റ് ആക്കേണ്ട മറക്കണ്ട. സോ പിന്നെ വേറെ കാര്യം, നമ്മൾ ലൈവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട മറക്കണ്ട. ഓക്കെ, ഞാൻ ടൈമൊക്കെ അപ്ഡേറ്റ് ആക്കാം. നമ്മൾ വരുന്നത് രാത്രി കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഒരു 7 മണി ടൈം ആയിരിക്കും. അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ടൈമിലൊക്കെ വരാം. ഓക്കെ, സോ ഇതിൽ മികച്ച ആർട്ടിലേക്ക് വീണ്ടും കാണാം. സീ യു ഗൈസ്.